രാഹുൽ ഈശ്വർ ഞങ്ങൾ മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ്. ശ്രീ മുകേഷ് നായർ, അൻസി, അഡ്വക്കേറ്റ് അഫ്സൽ. ശ്രീ മുകേഷിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി ഉണ്ടാകുകയും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടുകയും മറ്റും ചെയ്തു. അതോടൊപ്പം പുരുഷ കമ്മീഷന്റെ ഭാഗമായി ഇത് വിളിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കാണിക്കാനാണ്. അഡ്വക്കേറ്റ് അഫ്സലിനും നമ്മുടെ മുകേഷിനും അൻസിക്കും ഇത് 2025 കേരള നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിയമസഭ പുറത്തുവിട്ട ബില്ലാണ്. അതിന് ഡേറ്റ് ലഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിൽ നിന്ന് ഡേറ്റ് ലഭിച്ചിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയാണ് സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കാൻ അത് മുതിർന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ ആദ്യം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശ്രീ എൽദോസ് കുന്നപ്പള്ളി അടക്കം ഞങ്ങളടക്കം അദ്ദേഹത്തെ റിക്വസ്റ്റ് ചെയ്യുന്നത്, ശ്രീ വി ഡി സതീശൻജിയോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് കൂടുതലായി കൊണ്ടുപോകണം, എത്രയും പെട്ടെന്ന് നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടുപേർക്കും ഇതൊന്ന് കൈമാറിയിട്ട് നമ്മുടെ പ്രസ് മീറ്റിലേക്ക് പോകാം. നിയമവിദഗ്ധർ, അപ്പൊ അദ്ദേഹം അടക്കം ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA തയ്യാറാക്കിയ സ്വകാര്യ ബില്ലാണ്. ഇതിന്റെ ഇംഗ്ലീഷ് കോപ്പികൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും, പ്രമുഖമായ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. സമാനമായ ഒരു പുരുഷ കമ്മീഷൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ ദേശീയ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കും. ഒരു നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെയിറ്റേജ് അല്ലെങ്കിൽ അതിനൊരു റെലവൻസ് കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇതാണ് 2025 കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ല്. അതിന്റെ ശ്രീ വി ഡി സതീശൻജി കൂടി അനുമതി കൊടുക്കുകയാണെങ്കിൽ, സ്പീക്കറുടെ അനുമതി കിട്ടുകയുണ്ടായി, ശ്രീ വി ഡി സതീശൻജി കൂടി അനുമതി കൊടുക്കുമ്പോൾ അത് അവതരിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻജിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന, അദ്ദേഹം ഇതിന് അനുമതി നൽകണമെന്നും ശ്രീ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർക്ക് അതുമായി മുമ്പോട്ട് പോകാൻ അനുവാദം നൽകണമെന്നുള്ളതാണ്. ഞങ്ങൾ രണ്ട് പാർട്ടി അല്ലെ എല്ലാ പാർട്ടികളോടും വ്യക്തിപരമായി പോയി ഏകദേശം ഒരു 60 MLA-മാരെയോളം നേരിട്ട് കാണുകയുണ്ടായി. ഇതിന്റെ സപ്പോർട്ടിനായിട്ട് പലരും അത് വളരെ റെലവൻ്റാന്ന് പറയട്ടെ. ഇപ്പൊ കടകംപള്ളി സാർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു റെലവൻസ് ഉണ്ട്, നിങ്ങളത് കാര്യമായി ശ്രദ്ധിക്കണം. അപ്പൊ ആ റെലവൻസ് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ശ്രീ മുകേഷ് നായരുടെ കേസ്. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, മുകേഷ് തന്നെ അദ്ദേഹത്തിന് നേരിട്ട തിക്താനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയും. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ആർക്ക് സംഭവിക്കാം. ഇവിടെ ഇരിക്കുന്ന ആ സുഹൃത്തിനോ ഈ സുഹൃത്തിനോ നമുക്ക് ആർക്കും, ഈ ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുന്നവർക്ക് ആർക്ക് സംഭവിക്കാം. ശ്രീ മുകേഷിന് സംഭവിച്ചത് ഒരുപക്ഷെ നമുക്ക് ദേഷ്യം തോന്നുന്ന, വിഷമം തോന്നുന്ന, ഒരുപക്ഷെ എന്താ പറയണേ, നിസ്സഹായത കൊണ്ട് ചിരി തോന്നുന്ന ഒരു സംഭവമാണ് ഇത്. ആ ചിരി എന്ന് പറഞ്ഞാൽ വിഷമത്തിന്റെ ചിരിയാണ്. ഇത് നാളെ ആർക്കും സംഭവിക്കാൻ കഴിയുന്ന ദുര്യോഗമാണ്. ഇദ്ദേഹത്തിന് ഇപ്പൊ അനുകൂലമായ കോടതി വിധിയും കിട്ടി. കോടതി വിധി എടുത്തു പറയുന്നുണ്ട്, പ്രൈമാ ഫേസി ഇദ്ദേഹത്തെ ഫോൾസ്ലി ഈ കേസിലേക്ക് വലിച്ചെടുക്കുകയാണെന്ന് കോടതി പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും അവധാനതയോടുകൂടി പ്രസ് മീറ്റ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, കുട്ടിക്കൽ ജയന്തന്റെ കേസിൽ സുപ്രീം കോടതി അനുകൂലമായ വിധി നൽകുകയുണ്ടായി. കുട്ടിക്കൽ ജയന്തന്റെ കേസിൽ കേരള സംസ്ഥാനം പുള്ളിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറയാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞ വാദഗതി രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു എന്നുള്ളതാണ്. അതായത് ബേസിക്കലി പറയാനൊന്നുമില്ല. കോഴിക്കോട് ഞാൻ പ്രസ് മീറ്റ് വിളിച്ചത് നമ്മുടെ കേരള സർക്കാർ കുട്ടിക്കൽ ജയന്തന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള ഒരു ന്യായീകരണമായിട്ട് സുപ്രീം കോടതി പറയുകയുണ്ടായി. അതായത് ബേസിക്കലി പുരുഷനെതിരെ പറയാൻ ഒന്നുമില്ല, അപ്പൊ എന്തെങ്കിലും പറയണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് എടുത്തു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രസ് മീറ്റ് വിളിച്ചത് ഇവരല്ല, ഞാനാണ്. ഞാൻ ഈ 3 പേരെയും ഗസ്റ്റായിട്ട് വിളിച്ചതാണ്. കാര്യം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇനിഷ്യേറ്റീവും എനിക്കാണ്. കാര്യം ഇനി നാളെ ഇത് വിളിച്ചു എന്ന് പറഞ്ഞാൽ മുകേഷ് നായരെ പ്രസ് മീറ്റ് വിളിച്ചു എന്ന് പോലും പറയും. അപ്പോൾ മുകേഷിന് ഉണ്ടായ അനുഭവം മുകേഷ് ഒന്ന് പറയും, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. നാളെ ഒരു ദുരനുഭവം ഇതേപോലെ നമ്മുടെ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഉണ്ടാകാൻ. മുകേഷ്, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ പോലെ തന്നെ കുറെ വർഷം ഇവിടെ ഇരുന്ന ആളാണ്. ഞാനൊരു ചാനലിന്റെ ബ്യൂറോ ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന നാഷണൽ ചാനൽ ഇന്ത്യ ടിവിയിലുണ്ട്. ഒരുപാട് ഇതുപോലത്തെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലൊരു കേസ് എനിക്കെതിരെ വരുമെന്ന്. ഞാനൊരു കമ്പനിയുടെ CEO ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ തൊട്ടടുത്തിരിക്കുന്ന ആൻസിയുടെ ഒരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുന്നു. ഞാനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പോൾ 10-20ഓളം മോഡൽസ് ഉണ്ടായിരുന്നു. നമ്മളത് ഷൂട്ട് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. വീഡിയോ എനിക്ക് 8 മില്യൺ ആൾക്കാർ കണ്ടു. ഒരു 2.5 മാസത്തിന് ശേഷം ഒരു പരാതി വരികയാണ്. ഒരു ഇൻഫ്ലുവൻസർ അതിലൊരു മൈനറായിട്ടുള്ള പെൺകുട്ടി ഉണ്ടെന്നും ആ കുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നത് പറഞ്ഞൊരു പരാതി വരുന്നത്. വേറൊരു ഇൻഫ്ലുവൻസറാണ് വരുന്നത്, അതാണ് തമാശ. അപ്പോൾ ഇൻഫ്ലുവൻസർ ഡയറക്റ്റ്ലി കോളം പോലീസിനും സൈബർ സെല്ലിനും DGPക്കും മുഖ്യമന്ത്രിയൊക്കെ ഒരുപാട് പരാതി കൊടുത്തു. പക്ഷെ ആരും അതിൽ മെറിറ്റ് എൻ്റെ ഭാഗത്തായതുകൊണ്ട് കേസ് എടുത്തില്ല. കാരണം അതിനകത്ത് പ്രഥമ ദൃഷ്ടിയാൽ ഒന്നുമില്ല. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം, ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം, ഈ പറഞ്ഞ ആ മൈനറായ പെൺകുട്ടിയെ അമ്മയും സംഘടിപ്പിച്ചുകൊണ്ട് പുള്ളി ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ കോളം പോലീസ് സ്റ്റേഷനിലും നമ്മുടെ
സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്തു. അപ്പോൾ അവർക്കത് എടുക്കേണ്ടത്, കാരണം മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ എന്തായാലും കേസ് എടുത്തേ പറ്റും. അതാണല്ലോ, കേസ് എടുത്താൽ FIR ഇടണം, FIR ഇട്ടാൽ വാർത്തയാവും. ഇവർ ആഗ്രഹിച്ചത് അതാണ്, FIR ഇട്ട് വാർത്തയായി. പക്ഷേ ഈ വാർത്ത വരുമ്പോഴും എനിക്ക് തോന്നുന്നു മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഒരു മെറിറ്റ് വീണ്ടും മനസ്സിലായതുകൊണ്ടായിരിക്കും പിന്നെ അത് വളരെ അത് വലിയ ചർച്ചയിലോട്ട് പോയില്ല. പെട്ടെന്ന് വാർത്ത വന്നു, ബ്രേക്കിംഗ് ന്യൂസ് വന്നു, മുകേഷ് നായർ കുട്ടിയുടെ അനുമതിയില്ലാതെ, മൈനറുകളുടെ അനുമതിയില്ലാതെ നമ്മുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഈ കുട്ടി ഉൾപ്പെടെ എന്നോടൊപ്പം ഒരുമിച്ചെടുത്ത ഫോട്ടോകളാണ്. അതിൽ എല്ലാവരും അത്യാവശ്യം മാന്യമായിട്ട് ഡ്രസ്സ് എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആണ്. അപ്പോൾ ഇവർ വിളിച്ച ഷൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അതിനകത്ത് പങ്കെടുക്കുന്നവരുടെ ഡീറ്റെയിൽസോ ഒന്നും നമുക്കറിയില്ല, നമ്മൾ ഷൂട്ട് ചെയ്ത് പോകും. അപ്പം അത്തരം വാർത്ത വരുന്നു, ഞാൻ തന്നെ ഞെട്ടിപ്പോകുന്നത്, ഇനിയിപ്പോൾ ഇത് വലിയ പ്രശ്നമായല്ലോ എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ ഈ പറഞ്ഞ പരാതി കൊടുത്ത പെൺകുട്ടി പരാതി കൊടുക്കുന്നതിന് ഏകദേശം 24 മണിക്കൂർ മുമ്പ് എൻ്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചു. അത് വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലാണ് ചോദിച്ചത്, ഓഡിയോ ആയിട്ടാണ് ചോദിച്ചത്. എൻ്റെ ഭാഗ്യത്തിന് ആ കുട്ടി അത് ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കുകയും ആ കുട്ടി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലായിരുന്നു. ഡിലീറ്റ് ഫോർ ആൾ കൊടുത്താൽ വാട്സപ്പിൽ നിന്ന് പോകുന്നതാണ് 24 hours. 24 hours കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ടായിരിക്കും, ഓർക്കാത്തതുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ ഫോണിൽ കിടക്കുകയും അതിനോടൊപ്പം തന്നെ അൻസി വിളിച്ച് ഈ കാര്യം ചോദിച്ചപ്പോൾ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നമില്ല എന്ന് പറഞ്ഞ അൻസിക്ക് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിങ്ങിന് അറിയാതെ അതും നമ്മുടെ അടുത്തുണ്ടായിരുന്നു. ഇത് രണ്ടും എൻ്റെ വക്കീലാണ് അഫ്സൽജി, അദ്ദേഹം വഴി ഞാൻ കോടതിയിൽ ഹാജരാക്കി. അപ്പം കോടതി പ്രൈമ ഫേസ് മനസ്സിലാക്കി അതിൽ ഒരു വ്യാജ പരാതിയാണെന്നും വ്യാജ കേസാണെന്നും. ഇത് ദുരുപയോഗമാണല്ലോ. കഴിഞ്ഞ വർഷം 4900-ഓളം വ്യാജ കേസുകളാണ് ഈ കുട്ടികൾ ആയിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് നമുക്ക് ഈ കേസ് കോടതിയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഇതുള്ളതുകൊണ്ട് ഒരു പക്ഷേ കോടതിക്കും മനസ്സിലായി, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും എനിക്ക് ദിവസം അയച്ച ആൻസിപ്പേറ്ററി ബെയിൽ തന്നു. കാരണം അത്രയും മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതി ഇങ്ങനെ ഒരു കേസിന്, അല്ലെങ്കിൽ മിനിമം 45 അല്ലെങ്കിൽ 90 ദിവസം പിടിച്ചകത്തിട്ടിട്ട് മാത്രമേ ബെയിൽ കൊടുക്കൂ. അതങ്ങനെയാണ്. കാരണം അതിൻ്റെ അകത്ത് പിന്നീട് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ അത്തരം ഒരു ദുരനുഭവം ഉണ്ടാവാതെ തന്നെ എൻ്റെ കയ്യിൽ ഇത്തരം തെളിവുകൾ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് അഫ്സൽജി വഴി കോടതിയിൽ ഹാജരാക്കുകയും കോടതി അനുകൂലമായ ഒരു വിധി തരികയും ചെയ്തു. അപ്പോൾ ഇതിൽ എനിക്ക് അപ്പോൾ ആ സമയത്ത് ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് രാഹുൽജിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എൻ്റെ മെറിറ്റിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് എല്ലാം അയച്ചു കൊടുത്തു. അദ്ദേഹം ഒരുപാട് സപ്പോർട്ട്, പ്രത്യേകിച്ച് മെൻ്റൽ സപ്പോർട്ട് എനിക്ക് തന്നു. കാരണം ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഇതാർക്കെതിരെ എപ്പോഴും ഒക്കെ ഉണ്ടാകുന്നതാണ്. പുള്ളിക്കെതിരെ തന്നെ ആരൊക്കെ എന്തൊക്കെ കുറേ വ്യാജ പരാതി കൊടുത്തു. പുള്ളി അതിൻ്റെ വലിയൊരു വ്യക്തിമാണ്. പുള്ളിയും പറഞ്ഞു അതൊന്നും ഒരു വലിയ കാര്യമൊക്കെ. പക്ഷെ ഈ പറഞ്ഞില്ല, ഈ വാർത്ത എപ്പോഴും വരുന്നത് നമ്മൾ എന്താണ്, ഒരാളെ പിന്നെ FIR എടുത്തു അല്ലെങ്കിൽ കേസ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി അയാളെ പരാമർശിച്ചുകൊണ്ട് അയാൾക്ക് അനുകൂലമായ ഒരു വിധി വന്നാൽ ആ വാർത്ത ആരും കൊടുക്കാറില്ല. ഈ കേസിൽ എടുത്ത് ഫോൾസ്ലി ഡ്രോൺ ഇൻ എന്ന് കോടതിയുടെ വാക്കാൽ, അതായത് ഒബ്സർവേഷൻ ഒന്നുമല്ല, വിധിന്യായത്തിൽ ഫോൾസ്ലി ഇതിലേക്ക് ഡ്രാഗിൻ ചെയ്തതാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. അതൊരിക്കലും വാർത്തയായാലും ഇപ്പൊ നേരത്തെ ഇപ്പം അദ്ദേഹത്തിനൊന്നും ഒളിവിലൊന്നും പോണ്ടി വരില്ല. കുട്ടിക്കൽ ജയന്ദ്രൻ 6.5-7 മാസമാണ് ഒളിവിൽ കഴിഞ്ഞത്. ഒരാളുടെ ജീവിതത്തിലെ ഇവരൊക്കെ പ്രത്യേകിച്ച് ബ്രാൻഡും അല്ലെങ്കിൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ ബ്രാൻഡ് വാല്യൂ, ക്രെഡിബിലിറ്റി, എൻഡോഴ്സ്മെന്റ്, ഇതിന്നൊക്കെയല്ലേ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇത് ജീവിക്കുന്ന ഇങ്ങനെയല്ലേ, എല്ലാ 10 മുതൽ 5 വരെ എവിടെയും ജോലി കിട്ടല്ല. പ്രധാനമായിട്ട് ബ്രാൻഡ് വാല്യൂ അല്ലേ. ഈ ബ്രാൻഡ് വാല്യൂവിനെ നശിപ്പിക്കാനായി ഇവർക്കൊരു ചീത്തപ്പേര് കിട്ടാൻ, പണ്ട് സന്ദേശത്തിൽ മാമുക്കോയ പറയുന്ന പോലെ കഴിവുള്ള യുവാക്കളും വളർന്നു വരികയാണെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണ് കേസിൽ കുടുക്കി നാണം കെടുത്താം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തിൽ അതൊരു സ്പേസ് ആയി കിടക്കുകയാണ്. ഇതൊന്ന് അസൽജിയും അൻസി വിളിച്ചിട്ട്, അൻസിയുടെ ഷൂട്ടാണ് ഞാൻ പോകുന്നത്, ജാൻ പ്രൊഡക്ഷൻ്റെ കമ്പനിയിൽ. അവരാണ് അതിന്റെ അൻസി ഈവൻ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് പോലും എന്നെ എന്റെ ഒന്നാം പ്രതിയായി. അതാണ് ഏറ്റവും വലിയ തമാശ. ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ടാണ് ചേട്ടനെ ഒന്നാം പ്രതിയാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനാണ് ചേട്ടനെ ഇതിൽ വിളിക്കുന്നത്. എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചതാണ്. അപ്പോൾ ചേട്ടൻ വന്നു. നോർമലി ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന മോഡൽസിൻ്റെ അടുത്ത് ഓൾറെഡി പറയുന്നുണ്ട് അവരുടെ ഓൺ കോസ്റ്റ്യൂം കംഫർട്ടായിരിക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ പറയാൻ വേണ്ടിയിട്ട് ആ കുട്ടി വന്നു. ആ കുട്ടിയുടെ അമ്മയും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ആ കുട്ടി ഓൾറെഡി എനിക്ക് ആ കോസ്റ്റ്യൂം എടുത്ത് അയച്ചു തന്നു, ഇങ്ങനെയൊക്കെ മതിയോ എന്നുള്ളത്. ബാക്കി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ബാക്കി എല്ലാവരും ഡീസൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ് ഇട്ടിരിക്കുന്നത്. ആ കുട്ടി എന്താ പറയുക, എനിക്കറിയത്തില്ല. അപ്പോൾ അതുവരെയും എൻ്റെ അടുത്ത് മാത്രമല്ല നല്ല സഹകരണമായിട്ട് നിന്ന കുട്ടിയാണ്.
ഞാൻ പിടിച്ച് എന്തൊക്കെയോ ചെയ്തു, അങ്ങനെ ചേട്ടനെ എന്തോ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ച് വെച്ചിരിക്കുന്നത്. ആ കുട്ടീനെ എന്നല്ല, ഒരു മോഡൽസിനെയും ഞാൻ അടുത്ത് വിട്ടിട്ടില്ല ആരുടെ അടുത്തും. പിന്നെ എന്താ പറയുക, ഈ പുള്ളിക്കാരിയുടെ അമ്മ കൂടെ നിന്നിട്ടാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഈ വരുന്ന ഒരു മോഡൽസിൻ്റെയും ഏജ് നമ്മൾ ചോദിക്കാറില്ല. മോഡലിംഗ് കമ്പനീസ് ഇതുവരെയും അങ്ങനെ ചോദിച്ച് ഇട്ടിട്ടുമില്ല. പിന്നെ ഈ കുട്ടീനെ ഞാൻ വിളിക്കുന്നതിന് 1 year ആയിട്ട് എനിക്കറിയാം. ഈ കുട്ടി മിസ് കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പ്രൊഫൈലിൽ നമ്മൾ ബയോ നോക്കിയിട്ടാണ് മോഡൽസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ വിളിച്ചതാ. അപ്പോൾ എന്താ പറയാ, സാധനങ്ങളും പറയണ്ട, ഒരു വ്യക്തിയെ ഫോൾസ് കേസാണ് നമുക്കറിയാം. ഇനി നാളെ ഒരു ടെക്നിക്കാലിറ്റി വരണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു വർഷമായിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയാണ് ചേട്ടനെ ഞാൻ പ്രൊമോഷനായിട്ട് വിളിക്കുന്നത്. ഈ പറയുന്ന വ്ളോഗറും ഇതിനു മുന്നേ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗറിനെ ഞാൻ വിളിക്കാത്തതിൻ്റെ പേരും കൂടെ ആയിരിക്കണം ചേട്ടനെ ഇതിൽ വിളിച്ചു എന്നൊക്കെ ഉള്ളത് കൊണ്ടാവണം ഈ പുള്ളി ഇങ്ങനെയൊക്കെ തിരിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ പറയുക, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെയ്ത് കാണിക്കുമ്പോൾ ബാക്കി ഇതിൽ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് കേസാണ് അല്ലേ. അപ്പോൾ ഒരു ഒറിജിനൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇതാരും ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചേട്ടനെ ഞാൻ വിളിച്ചിട്ടാണ് ചേട്ടൻ ഇതിൽ ആക്ച്വലി വരുന്നത്. ചേട്ടൻ ഇതിൽ യാതൊരു ബന്ധവും സത്യം പറഞ്ഞാൽ ഇല്ല. എനിക്ക് തന്നെ അറിയില്ല. ഈ കുട്ടി അന്ന് തന്നെ ചേട്ടനെ വിളിച്ചിട്ട് ക്യാഷ് ചോദിച്ച സമയത്ത് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ കൊടുക്കണോ, മക്കളെ കൊണ്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് ഈവനിങ് 3:30 വരെ എൻ്റെ അടുത്ത് ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡാണ്. അപ്പോൾ ആ 3:30 വരെയും ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ യാതൊരു പ്രശ്നം ആ കുട്ടിക്കില്ല. ചേച്ചി ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കണുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മക്കളെ എനിക്ക് ഷൂട്ടുണ്ട്, എനിക്ക് പോകണം, നീ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് ഓടി വാന്ന് പറഞ്ഞു. ഞാൻ ആ ടൈമിൽ കയറി പോകുന്ന സമയത്ത് പോലും ആ കുട്ടി ഫോൺ എടുക്കുന്നില്ല. ഞാൻ അവിടെ ഫുൾ അന്വേഷിച്ചു, കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരു ഈവനിങ് 7 ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു വീഡിയോ വരുന്നുണ്ട്. ഈ കുട്ടി എന്തോ പറയാ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും സത്യം പറഞ്ഞാൽ കേട്ടിട്ട് ഞാനങ്ങ് എന്തോ ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ എനിക്കൊരു ഇതെന്താണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ഇതാ. കാര്യം ഒന്ന്, സാധാരണക്കാരതിൽ പതറിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കേസ് വരിക. ഇപ്പൊ സഞ്ജീവ് കൂടെ തന്നെ ലീഗൽ കാര്യങ്ങളൂടെ പറയും. ഞാനത് ലീഗൽ പോയിന്റ് ആയിട്ട് പറയുന്നതാണ്. ഫോൾസ്ലി ആണെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രധാനമായിട്ടും പറയാം, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. കുട്ടികൾ ജയേന്ദ്രന്റെ കാര്യം തന്നെ നമുക്കറിയാവുന്നതാണ്. 6.5 മാസത്തോളം അദ്ദേഹം ഒളിവിൽ നിൽക്കേണ്ടി വന്നു. നമ്മളെല്ലാം മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം പോക്സോ കേസിലോ അല്ലെങ്കിൽ ഇത്തരം പരാതികളിലോ ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ആ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതിയെ സമീപിച്ചാൽ തന്നെ മുൻകൂർ ജാമ്യം 90% ലഭിക്കില്ല. നിരപരാധി കുടുങ്ങി 6.5 മാസം ഒളിവിൽ ജീവിക്കുന്ന സാമ്പത്തികപരമായിട്ടും മനസ്സുകൊണ്ടും എല്ലാം തളർന്ന് പിന്നെ ഒരു ശവമായിട്ടാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നെങ്കിലോ മുൻകൂർ ജാമ്യം കിട്ടുന്നെങ്കിലോ. ഭാഗ്യത്തിന് കുട്ടികൾ ജയേന്ദ്രനെ കിട്ടി. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതി തന്നെ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. അതിനുള്ള സാഹചര്യം സ്വാഭാവികമായിട്ടും അങ്ങനെ അനുവദിക്കാറില്ല. അദ്ദേഹം പൂർണ്ണമായി നിരപരാധിയാണെന്ന് ഉൾക്കൊണ്ടു എന്നല്ല അതിന്റെ അർത്ഥം. പ്രൈമാ ഫേസി ആ കേസിൽ ആ കൊടുത്ത കംപ്ലൈന്റ് നിലനിൽക്കില്ല എന്നുള്ള ബോധ്യം കോടതിക്ക് ഉണ്ടായി. 2 മാസം കഴിഞ്ഞാണ് ഈ കംപ്ലൈന്റ് കൊടുക്കുന്നതിന്. വേറൊരു വലിയൊരു കാര്യം, ഇതിന്റെ ലെജിസ്ലേറ്റീവ് ഇന്റൻഷൻ, അതായത് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശശുദ്ധി, അത് മറികടക്കുന്ന രീതിയിലാണ് വ്യാജ പരാതികൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുരുഷ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാവണമെന്നും ഞാൻ ആശിക്കുകയാണ്. കാരണം ഒരുപാട് നിരപരാധികൾ, എത്ര ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്ന പരാതി. ഈ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ വ്യാജ പരാതി കാരണം ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും പൊതുസമൂഹത്തിൽ എത്തുന്നു മാത്രമല്ല, യഥാർത്ഥ ശിക്ഷ അവർക്ക് പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിലൊക്കെ പരാജയമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പോലീസ് ഇതിൽ വലിയൊരു കുഴപ്പം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരാതി വന്നാൽ പിന്നെ അങ്ങ് കേസെടുക്കുക, പിടിച്ചകത്തിടുക. അവരെ സംബന്ധിച്ച് അവർ നിഷ്ക്രിയരെന്നല്ല, അവരെ കൈകളെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾ മൂലം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പുരുഷ ബില്ല് നിയമസഭയിൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിലെ ഒരു പ്രധാന കാര്യമേ, പോലീസുകാർക്ക് അറിയാനിട്ടല്ല, അവർക്ക് ഈ കേസുകൾ കാണുമ്പോൾ ഇത് വ്യാജമാണെന്നറിയാം. പക്ഷേ അവർക്കിത് നേരെ തിരിച്ചു പറഞ്ഞാലേ അവർക്ക് നിയമത്തിൽ സ്പേസ് ഉള്ളൂ. അവർക്കിത് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ, ഇപ്പൊ ഇത് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇത് വളരെ സീരിയസ് ആണ്, ഇതിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിക്കും. കാര്യം അത് വാദിച്ചേ പറ്റൂ. പുള്ളിക്ക് പറയുന്നത് വെറുതെയാണ്.
പുള്ളിക്ക് അത് കള്ളത്തരമാണ്. കാര്യം അങ്ങനെ വാദിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? സ്ത്രീകൾക്ക് അനുകൂലമല്ല, കുട്ടികൾക്ക് അനുകൂലമല്ല എന്ന് ആ വക്കീലിനെതിരെ പരാതി വരും. ഇത് ഫ്രിവിലസ് കേസാണ്. ഞാൻ കുറച്ചുകൂടെ ഇപ്പൊ മുകേഷിന് എല്ലാവർക്കും കുറെ കൂടെ അറിയാവുന്ന ഹൈക്കോടതി ഒന്ന് ഉദാഹരണം പറയാം. ഡോക്ടർ അരുൺകുമാറിന് പോക്സോ കേസിൽ 1-ാം പ്രതിയാക്കി വന്നു. അരുൺകുമാർ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. വേറെ ഏതോ ജില്ലയിലിരിക്കുന്ന പോക്സോ കമ്മിറ്റിയിലെ ഒരുത്തത് എന്നാൽ ഞാനൊന്ന് സ്റ്റാർ ആയി കളയാന്ന് പറഞ്ഞ് അവൻ കൊണ്ട് പരാതി കൊടുക്കുന്നു. എന്നിട്ട് അരുൺകുമാർ, ഷാബാസ് എന്ന് പറയുന്ന റിപ്പോർട്ടറിലെ വേറൊരാളാണ് വരുന്നത്. ആർക്ക് വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായി മാറി. അപ്പൊ മുകേഷിന് ഒരു പക്ഷേ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടും നല്ലൊരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടും അദ്ദേഹം ശക്തമായി ഡിഫെൻഡ് ചെയ്തു. സഞ്ജയ് പോലെ കിട്ടി. അരുൺകുമാർ റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് ശക്തമായി ഡിഫെൻഡ് ചെയ്ത് അവരുടേതായ എന്താ പറയുക നിലപാട് മുമ്പോട്ട് വെച്ചു. സാധാരണക്കാരൻ കുടുങ്ങിപ്പോവും, അവൻ തളർന്നു പോവും, അവന് ഓഫീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നേരത്തെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടെക്നോ പാർക്കിലെ 2 എംപ്ലോയീസ് ഇതേപോലെ പോക്സോ അല്ലാതെ വ്യാജ പരാതി വന്നതാണ്. ഈ വ്യാജ പരാതി വന്നത് കാരണം അവരെ ടെക്നോ പാർക്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രണ്ടാമത് തിരിച്ച് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി കിട്ടി, ഫോൾസ് കേസ് ആണ് എന്ന് എവിഡന്റ്ലി കോടതി പറഞ്ഞതിന് ശേഷം ഇവർ തിരിച്ച് ജോയിൻ ചെയ്യാമെന്ന് HR അല്ലെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു നിങ്ങളെ ജോലിക്ക് എടുക്കില്ല. അപ്പൊ അവർ പറഞ്ഞു നമുക്ക് തെറ്റൊന്നുമില്ലല്ലോ, പക്ഷെ ഓൾറെഡി ഗൂഗിളിലൊക്കെ നിങ്ങളുടെ പേരടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കേസിൽ കുടുങ്ങി തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. നേരത്തെ മുകേഷ് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. മാധ്യമങ്ങൾ ഇവർക്ക് അനുകൂലമായ വാർത്ത ഒന്നും കൊടുക്കുപോലുമില്ല. കാര്യം ഈ നെഗറ്റീവിന് മാത്രമേ വാർത്തയുള്ളൂ. അപ്പൊ ഇവർക്ക് തങ്ങൾക്കൊരു കാര്യം തെറ്റായി വന്നു, അതിന് തങ്ങൾ വിജയിച്ചു എന്നൊരു കാര്യം വരുന്നില്ല. ഈ രാം തിവാരിയുടെ കേസുണ്ട്, അതാണ് ഇന്ത്യയിലെ ലാൻഡ്മാർക്ക് കേസ്. 7 വർഷം പുള്ളി ഈ വ്യാജ പോക്സോയ്ക്കകത്ത് നടന്നു. 7 വർഷം. കൊറോണ കൂടി ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2-3 വർഷം കിടക്കുള്ളതാണ്. അതായത് ഇദ്ദേഹം +2-ൽ പഠിപ്പിച്ച കുട്ടിയെ റേപ്പ് ചെയ്തു, പ്രഗ്നന്റ് ആക്കി, അബോർട്ട് ചെയ്യിച്ചു. ഇതാണ് ആ കേസ്. 7 വർഷം ജയിലിൽ കിടന്നു. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി റേപ്പ് നടന്നിട്ടില്ല, ഈ കുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല, അബോർട്ടും ആയിട്ടില്ല. സ്കൂളിൽ മാർക്ക് കൊടുക്കുന്നതിന്റെ പേരിലും സ്കൂളിൽ അസൈൻമെന്റ് വെക്കുന്നതിന്റെ പേരിലും 2-3 പെൺകുട്ടികളെ അദ്ദേഹം ശകാരിച്ചപ്പോൾ സാറിന് പണി കൊടുക്കാന്ന് പറഞ്ഞ് പെൺകുട്ടികൾ പരാതി കൊടുത്തത്. 7 വർഷം ഒരാളുടെ ലൈഫിലെ പോവാണ്. എന്നിട്ട് അയാൾക്കെതിരെ വാർത്ത വന്നുമ്പോൾ വലിയ രീതിയിൽ കേന്ദ്രീയ വിദ്യാലയയിലാണ്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കേന്ദ്രീയ വിദ്യാലയയിലെ സാർ ഇതേപോലെ പോക്സോ കേസിൽ അറസ്റ്റ്. ഇയാളുടെ 7 വർഷം പോയി, ജോലി പോയി, ജീവിതം പോയി. അവിടെയാണ് ഞങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഒരു വരി കൂടെ പറഞ്ഞ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പുരുഷ ബില്ല് വളരെ ഏറ്റവും മിതമായ റിക്വസ്റ്റുകൾ മാത്രം വെക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഇതേവരെ കിട്ടിയ എല്ലാ അവകാശങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് ഇതുവരെ കിട്ടിയ സ്ത്രീപക്ഷ നിയമങ്ങളിൽ ഒരു കാര്യം പോലും എടുത്തു മാറ്റാതെ പുരുഷന്മാർക്കും പ്രശ്നമൊന്നുണ്ടെന്ന് കണ്ട് അതിലേക്ക് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുരുഷന്മാർക്ക് പോകാനൊരു സ്ഥലം വേണം. ഇത് വരുമ്പോൾ ഒരാൾ പേടിച്ചു പോകും, അയാൾ പാനിക് ആകും, അയാൾക്ക് എവിടെങ്കിലും ഒരു സപ്പോർട്ടിന് പോകാൻ സ്ഥലമില്ല. വനിതാ കമ്മീഷൻ പോലെ, മനുഷ്യാവകാശ കമ്മീഷൻ പോലെ ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ വളരെ നല്ലൊരു വയോജന കമ്മീഷൻ കൊണ്ടുവന്നുണ്ട്. ചിലങ്ങളിൽ ശ്രദ്ധിച്ചു കാണും, പ്രായമായവർക്ക് വേണ്ടി ഇതൊരു ബില്ലും കാര്യങ്ങളും. അതേപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം. ഇന്ത്യയിൽ അതൊരു മൂവ്മെന്റായി വരണം. ആ പുരുഷ കമ്മീഷന്റെ അടക്കമുള്ള ഭാഗങ്ങളുടെ ഭാഗമായിട്ട് ഇവരടക്കമുള്ള ഒരുപാട് പേർ അതിന് സപ്പോർട്ട് ചെയ്യാറുണ്ടാവും. കാര്യം നമ്മുടെ ജീവിതത്തിൽ പൊള്ളൽ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവും. ഒരു വരി കൂടെ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇത് എന്റെ ലൈഫിൽ ഈ കുറച്ചു കാലം മുമ്പ് വന്നത് എന്റെ മകന്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. ഹണി റോസിന്റെ പരാതി. എന്റെ മകന്റെ പേര് യാഗെന്നാണ്, 7 വയസ്സേ ഒരു പ്രായമുള്ളൂ. അപ്പൊ അവന്റെ 8ാമത്തെ ബർത്ത്ഡേക്ക് ആണ് ഹണി റോസിന്റെ പരാതി. ഒരു ശനിയാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഈ ഹണി റോസിന്റെ പരാതിക്ക് മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് പോലീസ് കേസ് എടുക്കില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് നിയമോപദേശം ചോദിച്ചു, കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇതേ പരാതി ആ പെൺകുട്ടി അടുത്ത ദിവസം നിന്ന് കൊടുത്തപ്പോൾ എനിക്കെതിരെ കേസുണ്ട്. അപ്പൊ അറസ്റ്റ് ഉണ്ടാവുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എന്റെ മകന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ദിവസമാണ്. 7-8 അവന്റെ കൂടെയുള്ള പിള്ളേരുണ്ട്. അവരുടെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ജാമ്യം തരും. ഹൈക്കോടതി അപ്പം തന്നെ ജാമ്യം തരും. അപ്പൊ ഹൈക്കോടതി അന്നല്ല, അടുത്ത ദിവസം ജാമ്യം തരും. ഇതിന്റെ പ്രശ്നം ആണിനെ ഈസി ടാർഗറ്റായി അടിക്കാൻ, ആണിനെ അടിക്കുന്നത് എന്തോ മെച്ചമാണ് എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. പുരുഷ വിരോധമാകരുത് സ്ത്രീപക്ഷം, അത്രേ ഉള്ളൂ. സ്ത്രീപക്ഷത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അവരുടെ എല്ലാ അവകാശങ്ങളും 1 നൂറ്റാണ്ട് കൊണ്ട് പോരാടി നേടിയതാണ്. അത് അതേപോലെ നിലനിർത്തിക്കൊണ്ട് വ്യാജ പരാതികൾ വരികയാണെങ്കിൽ, ഫോൾസ് കംപ്ലൈന്റുകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എതിരാളികൾ ഈ വ്യാജ പരാതി വെച്ച് ഒരാളെ ടാർണിഷ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിന് ഒരു പ്രതിരോധം വേണം. നിയമസഭയിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല ഇതുവരെ. നിയമസഭയിൽ എത്തിച്ചിട്ടുണ്ട്. 140 MLA-മാർക്കും നിയമസഭ തന്നെ കാശ് ചെലവാക്കി പ്രിന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഒരു ദിവസം അനുമതിയും തന്നു, ഒഫീഷ്യലി സ്പീക്കർ അനുമതിയും തന്നു. ചില കാര്യങ്ങളാൽ എൽദോസ് കുന്നപ്പള്ളിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ താഴ്മയേറിയ അഭ്യർത്ഥന, പ്രതിപക്ഷ നേതാവ് ആദരണീയനായ ശ്രീ VD സതീശൻ പോലെ വലിയൊരു ഇന്റലക്ച്വൽ ആണ് അദ്ദേഹം, വലിയ ഒരുപാട് വായനയുള്ള ആളാണ്. അദ്ദേഹം അതിന് അനുമതി കൊടുക്കുമെന്നാണ്, അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കണം എന്നുള്ളതാണ്. ചോദ്യങ്ങളോ മറ്റോ മുകേഷിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കും. മൂന്നേ 3 കാര്യങ്ങൾ. അവ ഒരുപാടുണ്ട്, പക്ഷെ കറക്സ് 3 ഉള്ളൂ. ഒന്ന്,
പെൺകുട്ടിയുടെ പേര് നമ്മൾ പറയാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ 2 നിയമം പഠിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇടപെട്ട് വിലക്കിയത്. വേറൊരു റെഫറൻസ്, ഒരു സ്ഥലത്തിന്റെ റെഫറൻസ് പറയരുത്. കാര്യം ഒരു കാരണവശാലും അങ്ങനെ പെൺകുട്ടിയെ ഐഡന്റിഫൈ ചെയ്ത് ഒരു കാര്യം നമ്മൾ പറയരുത്. അതാണ് നിയമം, അത് നമ്മൾ അനുസരിക്കണം. ഞാൻ നമ്മുടെ വിജയബാബു ഇതേപോലെ ഫേസ്ബുക്ക് ലൈവില് ആ പെൺകുട്ടിയുടെ പേര് പറയുണ്ടായി. ഞാൻ വിളിച്ചു പറഞ്ഞാണ് വിജയബാബുവിനെ ഡിലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് പാടില്ല, ആ കുട്ടി കൊടുത്ത കള്ളപ്പരാതിയാണ്, അത് വേറെ. ഒരു സിനിമയിൽ ഹീറോയിൻ ആക്കാത്തതുകൊണ്ടാണ് ആ കുട്ടി പരാതി കൊടുക്കുന്നത്, അതായിക്കോട്ടെ. പക്ഷേ നമ്മൾ മാന്യത കാണിക്കണം. നമ്മൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിഫിക്കേഷൻ, ആ പെൺകുട്ടിയെ ഐഡി ചെയ്യുന്ന ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല. ഇതേപോലെ പ്രഥമ ദൃഷ്ടിയ എങ്കിലും കേസുണ്ടെന്ന് കാണാതെ പുരുഷന്റെ പേരും പുരുഷന്റെ ഫോട്ടോയും അടക്കം വെളിയിൽ പോകാൻ പാടില്ല. അതായത് കോടതി പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്നോ ഇയാൾ കുറ്റക്കാരനാണെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും ഒക്കെ അയാളെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം, പൊങ്കാല ഇട്ടോളൂ അയാളെ കയറി. പക്ഷേ ഒരു നിരപരാധിക്ക് ആ ദുര്യോഗം ഏൽക്കേണ്ടി വരരുത്. അതാണ് ഒന്ന്. 2, നമ്മൾ ഓരോ സജഷൻസ് ആണ് കൃത്യമായിട്ട് മുമ്പോട്ട് പോകുന്ന. പിന്നെ പുരുഷന്മാർക്കടക്കം ഈ സാഹചര്യങ്ങളിൽ പുരുഷ കമ്മീഷൻ ഫ്രീ ആയിട്ടുള്ള ലീഗൽ മെന്ററിംഗ്, കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യണം. 3, നമ്മൾ പറയുന്നതല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ അടക്കമുള്ള ബെഞ്ച്, ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ച്, പിന്നെ 10 സെപ്റ്റംബർ 2024 ബഹുമാനപ്പെട്ട കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. കോടതി പറയുന്നത് കുറ്റാരോപിതർക്കും റൈറ്റ് ടു പ്രിവസി ഇവർക്കുമുണ്ട്. ആ റൈറ്റ് ടു പ്രിവസി ഉയർത്തിപ്പിടിക്കണം. അതായത് വിധി വന്നതിന് ശേഷമല്ല, അത് വരെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെയാണ് അത് പറയുന്നത്. അപ്പൊ ഇവരുടെ റൈറ്റ് ടു പ്രിവസി നമുക്ക് വേണം. ഇതേപോലൊരു പുരുഷ കമ്മീഷൻ വേണം. അതിൽ ഏറ്റവും പ്രധാന അംഗങ്ങളിൽ ഒന്നൊരു സ്ത്രീയാണ്. പുരുഷ കമ്മീഷനിൽ ഈ ബില്ലിൽ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം സ്ത്രീയാണ്. അതിന്റെ കാരണം സ്ത്രീ അവകാശങ്ങളെ അംഗീകരിക്കുകയും ഈ സ്ത്രീക്ക് ഒരു ഇമ്പോർട്ടന്റ് കോൾ ഉണ്ട് അതിനകത്ത്. ഈ ഏതൊക്കെ കേസ് പരിഗണിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അത് തീരുമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. കാര്യം നാളെ ഏതെങ്കിലും തെറ്റുകാരായ പുരുഷന്മാർ ഈ ബില്ലിനെ മറയാക്കി രക്ഷപ്പെടരുത്. നമ്മളങ്ങനെ ലീഗൽ ഡിഫൻസ് ഉണ്ട്. ഈ ബില്ല് തുടങ്ങുന്നത് പോലും ഞാൻ അതിലെ 2 വരി വായിക്കാം. ഈ ബില്ല് തുടങ്ങുന്ന ആ ഒരു വരി വായിക്കാം, അതിന്റെ സത്യസന്ധത നിങ്ങൾക്ക് മനസ്സിലാവും. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്. എന്നാൽ അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് യുവജന കമ്മീഷൻ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലടക്കം നമ്മൾ ഇത് റേസ് ചെയ്തു. അതുകൊണ്ട് ഇത് നമ്മളുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ്. ഓർക്കുക, നിങ്ങളുടെ, എൻ്റെ അച്ഛൻ, സഹോദരൻ, സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവര് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഇപ്പൊ മുകേഷ് DGPക്ക് പരാതി കൊടുത്തു, എനിക്ക് ഇതിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. DGPക്ക് പരാതി കൊടുക്കേണ്ടത് മുകേഷ് ഉത്തരവാദിത്തമാണ്. ഞാൻ തമാശ മുകേഷിനോട് പറഞ്ഞു, നിവിൻ പോളി പരാതി കൊടുത്തിട്ട് DGP അനങ്ങുന്നില്ല, സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് DGP അനങ്ങുന്നില്ല, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് കോടതി പറഞ്ഞിട്ട് അനങ്ങുന്നില്ല. മുകേഷിന് നീതി കിട്ടുകയാണെങ്കിൽ സന്തോഷം. കാര്യം പോലീസുകാർക്ക് അത് എത്തുമ്പോഴേ ഒരു കോൾഡ് മനസ്ഥിതിയാണ്. പരാതി ഉണ്ടല്ലോ, നമ്മൾ അന്വേഷിക്കാം എന്ന് പറയുന്ന ഒരു കാഷ്വൽ മട്ടാണ്. നേരെ തിരിച്ചൊരു പെൺകുട്ടി വ്യാജ പരാതി എടുത്താൽ പോലും പോലീസിന് സമ്മർദ്ദമാണ് ഇവനെ 2 ദിവസം ജയിലിൽ പിടിച്ച് കിടത്തണമല്ലോ. കാര്യം നാളെ പോലീസിന് പറയാൻ കഴിയുന്ന ഡിഫൻസ് കണ്ടോ അവൻ 3 ദിവസം ജയിലിൽ കിടക്കുന്നതാണ്. ഈ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അത് ഏറ്റവും ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾ മീഡിയക്കാർക്കാണ്. കാര്യം ആ മാധ്യമങ്ങൾ പറയുന്നതിന് വലിയ വാല്യൂ ഉണ്ട്. കോടതികളിൽ പോലും മാധ്യമങ്ങൾ പറയുന്നതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കോടതിയിലെ ഹിയറിംഗിൽ നൌഷാദ് എന്ന് പറഞ്ഞ് കണ്ണൂരിലെ ഒരാൾക്കെതിരെ വ്യാജ പരാതി വന്നു. ആ ഹിയറിംഗിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ബെഞ്ചിലിരുന്ന് പറഞ്ഞു, ഈ കേസ് രാഹുൽ ഈശ്വറിന്, നിങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഉണ്ട്, നിങ്ങൾ രാഹുൽ ഈശ്വറിനെ ഇതുപോലുള്ള കേസുകൾ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ, സോഷ്യൽ ആക്ടിവിസം വഴി ഫൈറ്റ് ചെയ്യാൻ പറയണോ. നൌഷാദ് ഒരു സ്ത്രീയെ സ്ഥിരമായി ജോലിക്ക് വരാത്തോണ്ട് പുറത്താക്കി, പങ്ക്ച്വലല്ലാത്ത ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അടിച്ചാൽ കിട്ടും. ആ സ്ത്രീ 3 മാസം കഴിഞ്ഞ് ഇയാൾ കഴിഞ്ഞ വർഷം എന്നെ കയറി പിടിച്ചു. അതായത് ഇയാൾ ജോലിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ ദേഷ്യം കഴിഞ്ഞ വർഷം ഇയാൾ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ആ കേസ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയാണ് കോടതി വന്നത്. വ്യക്തിവിരോധം തീർക്കാൻ ചെയ്യുന്നതാണ്, പ്രശ്നങ്ങൾ തീർക്കാൻ ചെയ്യുന്നതാണ്. ശ്രീ സിദ്ദിഖിന്റെ കേസ് നിങ്ങൾ കണ്ടാണ്. ആ കേസ് നിങ്ങൾ വായിച്ചു നോക്കണം. ആദ്യം പറഞ്ഞത് എന്നെ വാക്കുകൾ കൊണ്ട് അസോൾട്ട് ചെയ്തു, 2ാമത് പറഞ്ഞത് എന്റെ സെക്ഷൽ ഫേവർ എന്നോട് ചോദിച്ചു, 3ാമത് പറഞ്ഞത് എന്നെ റേപ്പ് ചെയ്തു. എന്ത് ഈസി ആയിട്ട് മാറി പോവാണ്. അപ്പോ ഇതിന്റെ പ്രശ്നം അവർക്ക് വെറുതെ പറഞ്ഞാൽ മതി. ഈ ബാക്കി അനുഭവിക്കുന്ന പുരുഷന്റെ പ്രശ്നം എന്താ? ഇവൻ കോടതിയിൽ പോകണം, ഇവൻ അഡ്വക്കേറ്റിന് റിസോഴ്സ് അറേഞ്ച് ചെയ്യണം, മീഡിയയുടെ ഫ്രണ്ടിൽ നാണം കിടണം, കുടുംബങ്ങളുടെ ഫ്രണ്ടിൽ നാണം കിടണം. ഈ നാണക്കേട്ടിന്റെ ഒരു അവസാനം വേണ്ടേ? നാളെ നമുക്കത് വരുമ്പോഴാണ് നമുക്ക് പൊള്ളുന്നത്. നമുക്കത് വരുമ്പോഴേ നമുക്ക് പൊള്ളുകയുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതാണ്. നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. മീഡിയക്കാർക്കും 2 പേർക്കാണ് ഇതിൽ ഏറ്റവും പുരുഷന്മാരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾ മീഡിയക്കാർക്കും കോടതിക്കും.
ഞങ്ങൾ മീഡിയക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് പുരുഷനെതിരെ ഇപ്പോ വാർത്ത കൊടുക്കാൻ തടയലൊന്നുമില്ല, നിങ്ങൾ വാർത്ത കൊടുത്തോളൂ. അയാൾക്ക് അനുകൂലമായി വന്നാൽ അതും കൂടെ ഒന്ന് കൊടുക്കണം. അയാൾക്ക് അനുകൂലമായി വന്നാൽ അതും കൂടി ഒന്ന് കൊടുക്കണം. കാര്യം അതാണല്ലോ എന്റെ മര്യാദ. അപ്പൊ നാളെ മുകേഷിനെ ഏതെങ്കിലും വലിയൊരു കമ്പനി എൻഗേജ് ചെയ്യാൻ നോക്കുകയാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട്, അവര് സെർച്ച് ചെയ്യുമ്പോൾ രണ്ടും കാണുമല്ലോ. ഇയാൾക്കെതിരെ ഇതേപോലെ ഒരു കേസ് കൊടുക്കും, ഇയാൾക്ക് അനുകൂലമായി കോടതി വിധി എന്ന് കാണും. ഈ അടുത്തിടയ്ക്ക് ഞാൻ പേര് പറയുന്നില്ല, കാര്യം അവർക്ക് ഇപ്പോഴും വെളി വരാൻ വേണ്ടിയാണ്. എന്റെ അടുത്ത എന്റെ വൈഫ് ദീപയുടെ അടുത്ത സുഹൃത്തിന്റെ ഫാദർ, വളരെ പ്രായമായ അത്യാവശ്യം ഉന്നതനായ ഉദ്യോഗസ്ഥൻ. ഒരു കാര്യം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ കാര്യം ഡയറക്ടർ രഞ്ജിത്തിന്റെ കാര്യത്തില് 2 അക്യൂസേഷൻ ഉണ്ടായി. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു ഒരു പയ്യനാണ്. ആ കേസ് കർണാടക ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഓർഡർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ ഒരു ഹോട്ടൽ തന്നെ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ വാർത്ത കൊടുക്കണ്ടേ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ അക്കാര്യങ്ങളോ മറച്ചിരുന്നില്ല. ഒരാളെ അക്യൂസേഷൻ അദ്ദേഹം ജീവിതം, ഞാൻ അതിനുശേഷം അദ്ദേഹത്തെ ഒരൊറ്റ മാധ്യമങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം മാനസികപരമായി തളർന്നതാണ്. സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, പുരുഷനെയും പീഡിപ്പിച്ചു എന്നാണ് രണ്ടാമത്തെ കേസ്. അങ്ങനെ ഒരു ഹോട്ടൽ തന്നെ ഇല്ല. ഞാൻ ഓർഡർ വായിച്ചതാണ്, രണ്ടാമത്തെ ഓർഡർ വായിച്ചതാണ്. കർണാടക ഹൈക്കോടതി പറഞ്ഞ കൃത്യം വാചകം ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫോൾസ് കേസ്. ഇത് വ്യാജ കേസിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ്. 2012 പീഡിപ്പിച്ചു എന്നാണ് ഈ പുരുഷൻ വാർത്ത കൊടുത്തത്. രേവതി മാഡത്തിനെ വരെ, അതായത് രേവതി മാഡത്തിന് ഈ പയ്യന്റെ നഗ്ന ചിത്രങ്ങൾ രഞ്ജിത്ത് സാർ അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. 2012 സംഭവിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. ആ ഹോട്ടൽ 2015 തുടങ്ങിയത്. 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 പീഡിപ്പിക്കാൻ പറ്റൂല്ലോ. ഇതിന്റെ പ്രശ്നമേ അപ്പം മീഡിയയിൽ സ്പേസ് കിട്ടാനും. പോട്ടെ, നമ്മുടെ നിവിൻ പോളിയുടെ കേസിൽ December 14, 15, 16 നിവിൻ പോളി ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. നിവിൻ പോളി ആ സമയത്ത് കൊച്ചിയിലായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് മീഡിയക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ ഒരു നാളില്ലാതെ പെൺകുട്ടി പറയാണ്, അത് ഉറക്കപ്പിച്ചില്ല, ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, നിവിൻ പോളിയുടെ കൂടെ 6 പേർക്കെതിരെ കൂടെ ആരോപണമുണ്ട്. അവർക്കെതിരെ ഇപ്പോഴും അന്വേഷണം നോക്കുകയാണ്. നിവിൻ പോളിയുടെ ഭാഗ്യത്തിൽ നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു. ഇപ്പൊ മുകേഷ്, ഞാൻ ഈ മുകേഷ് ഞങ്ങൾ സംസാരിച്ചു, എല്ലാ സാധനവും നോക്കി. ഈ പെൺകുട്ടി മുകേഷിനോട് കാശ് ചോദിക്കുന്നുണ്ട്, ഇത്തരം സാധനങ്ങളുണ്ട്, ഇത് ദൈവം സഹായിച്ച ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സാധനങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാ തെളിയിക്കാൻ പറ്റുക? അപ്പൊ എന്നിട്ട് പോലീസുകാർക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടില്ല. മുകേഷ് നായർ അന്വേഷണത്തിലാണ്. ഒരിക്കലും തീരാത്ത പ്രവാസിയുടെ യാത്ര എന്ന് പറയുന്നത്, ഒരിക്കലും തീരാത്ത പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് പോകും. ഇവർക്ക് വീടില്ലേ, കുടുംബമില്ലേ, നാട്ടുകാരില്ലേ, വീട്ടുകാരില്ലേ, അച്ഛനില്ലേ, അമ്മയില്ലേ, ബന്ധുക്കളില്ലേ? നാളെ നമ്മുടെ ഒരു ബന്ധുക്കളുടെ കല്യാണത്തിൽ വിളിച്ചാൽ നമ്മൾ പോകാൻ മടിക്കും. കാര്യം എന്താ, പറഞ്ഞ എന്ത് അങ്ങനെ 2-3 പേർ ഇവിടെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാള് പറയാണ്, സ്വന്തം അച്ഛനും അമ്മയും ഇപ്പൊ എന്നെ, അതായത് പുള്ളി നിരവധി 50-52 ദിവസം ജയിലിൽ കിടന്നു. ഇതേ പ്രശ്നം നമ്മൾ അയാളെ കൊണ്ടുവരും. 52 ദിവസം പുള്ളി ജയിലിൽ കിടന്നു. അവസാനം കോടതി ഫുള്ള് ക്വാഷ് ചെയ്ത് വ്യാജ കേസാന്ന് പറഞ്ഞു. ഇപ്പം പോലും അച്ഛനും അമ്മയും ഒന്നും പുള്ളി ഒരു സ്ഥലത്ത് പോലും പരിപാടിക്ക് വിളിക്കില്ല. കാര്യം നാണക്കേടാണ്. കാര്യം വളരെ പ്രമാദമായ ഒരു കേസാണ്, നാണക്കേടാണ്. ഇതേപോലെ പണി കൊടുക്കാൻ ചെയ്യുന്ന. അപ്പം ഇതിന് തടയാൻ എന്താ, ഒരു പൊതുജനത്തിന്റെ അവയർനെസ് ആണ് ഇതിന് പ്രധാനം. പബ്ലിക് അവയർനെസ്. 2, ലീഗൽ ഇന്റർവെൻഷൻ. ഞങ്ങളാൽ കഴിയുന്ന ലീഗൽ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. 2 അനുകൂല ഹൈക്കോടതി വിധികളാണ് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വന്നത്. 2 അനുകൂല ഹൈക്കോടതി, 2 ബെഞ്ചിൽ, ഒന്ന് ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ചിൽ, ഒന്ന് നമ്മുടെ PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ. ഈസി ആയിട്ട് വെറുതെ ടെക്നിക്കലി അങ്ങ് ലോക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നാളെ നിങ്ങൾക്കും എനിക്കും ഇത് വരും. നാളെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ എന്താ പറയുക കുട്ടികൾക്ക് ഇത് വരും. ഒരു കാലത്ത് നമ്മൾ ആലങ്കാരിക പറയാറുണ്ട്, വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കൺസേൺ. എനിക്ക് അതേപോലെ 2 ആൺകുട്ടികളാണ്. എനിക്ക് ആ കാര്യത്തിൽ കൺസേൺ ഉണ്ട്. കാര്യം നാളെ ഏതെങ്കിലും അവർക്ക് അവരുടെ ശത്രുവൊപ്പം, ഇത് തന്നെ ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ഒരു ഇൻഫ്ലുവൻസർ, മുകേഷിനോടൊക്കെ, മുകേഷിന് അത്രയും വലിപ്പമില്ല, പകുതിയുടെ ഉള്ളവർക്ക് ഇൻഫ്ലുവൻസർ, പുള്ളിക്ക് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു. ആ പെൺകുട്ടിയെ കൊണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യിച്ചു കൊടുക്കുക. ചോദിക്കാൻ വന്നാണ് എന്തെങ്കിലും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്നിട്ട് അത് കൊടുക്കണം. കാര്യം അതിലൂടെ മാത്രമേ ഇതിലൊരു പ്രതിവിധിയുള്ളൂ, അതിലൂടെ മാത്രമേ അതിൽ പ്രതിരോധമുള്ളൂ. ഒരു വാർത്ത ആദ്യം വരുമ്പോൾ ആ വാർത്ത കൊടുക്കുന്ന അതേ സ്പിരിറ്റോടുകൂടി തന്നെ രണ്ടാമതുള്ള വാർത്തയും പബ്ലിഷ് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതേ ഉള്ളൂ മാർഗം. നമ്മൾ ആദ്യമുള്ള വാർത്ത മാത്രമാണ് കൊടുക്കുന്നത്. വാർത്ത കൊടുക്കണ്ടെന്ന് പറയത്തില്ല. മുകേഷിനെ പ്രതിയാക്കിയ മുകേഷ് പ്രതിയാണെന്നുള്ള വാർത്ത കൊടുക്കുക. മുകേഷിന് ജാമ്യം കിട്ടി മുകേഷ് നിരപരാധിയായി പുറത്തു വരുമ്പോഴും ആ വാർത്തയും അതേ രീതിയിൽ കൊടുക്കും. അപ്പോഴാണ് ഈ പത്രപ്രവർത്തനത്തിന്റെ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഘടന ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ഫെയർ ആൻഡ് ബാലൻസ് ആണ് മീഡിയയോട് വളരെ താഴ്മയായി റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇനി ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നതാണ്, ഇവരുടെ ബ്രെഡ് ആൻഡ് ബട്ടറിനെ ബാധിക്കുന്നതാണ്. ഇപ്പൊ നാളെ ആലോചിച്ചു, ഏതെങ്കിലും ഒരു പ്രധാന കമ്പനി നമ്മളൊരു ബോർഡ് മീറ്റിംഗിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. മുകേഷ് നായരെ എൻഗേജ് ചെയ്താലോ, മുകേഷ് നായരെ ഇനോഗ്രേഷൻ വിളിച്ചാലോ, പുള്ളി ഇനോഗ്രേഷന് പോയിട്ട് ലോ റെക്കോർഡ് ഇട്ടുന്ന ഒരു വ്യക്തിയാണ്, മുകേഷിനെ വിളിച്ചാലോ എന്ന് വിചാരിക്കും. അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും പറയും, എന്തിനും നമ്മൾ കൊല്ലം പിടിക്കുന്നത്, അങ്ങനെയൊക്കെ എന്തോ കേസില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതല്ലേ നിങ്ങൾ പറയും.
നമ്മൾ എന്തിനു തൊല്ല പിടിക്കുന്നത്? അങ്ങനെക്കെതിരെ കേസില്ല. അപ്പൊ ഒരുത്തം പറയാതിരിക്കണേ അത് വ്യാജ കേസാണെന്ന്. ആയിക്കോട്ടെ, നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഒരു കോൺട്രവേഴ്സി വിടുന്നത്? അയാളെ ഇത് ഇദ്ദേഹത്തിന്റെ ലൈഫിനെ, റവന്യൂവിനെ, ഇദ്ദേഹത്തിന്റെ ബ്രെഡ് ആൻഡ് ബട്ടറിനെ, ആഹാരത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് ബാധിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളിയുടെ എതിർഭാഗത്തുള്ളവർ ഇത് ചെയ്യുന്നത്. ഇത് മനഃപൂർവ്വം പുള്ളിക്ക് കൊള്ളണം എന്ന് പറഞ്ഞാണ് ഈ എതിർഭാഗത്തുള്ളവർ ചെയ്യുന്നത്. അങ്ങനെ മീഡിയയിലെ അടക്കം ഒരുപാട് രംഗങ്ങളിലെ ഒരുപാട് പേര് ഇല്ലാതായി. അതുകൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വന്നു. നമ്മളാരുമല്ല, സാക്ഷാൽ സുപ്രീം കോടതിയാണ്. പുള്ളിക്ക് നല്ല പൊള്ളലുണ്ടായി. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം. പുള്ളി പറഞ്ഞു, ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ കാശൊന്നും സമ്പാദിച്ചിട്ടില്ല, ആകെ സമ്പാദിച്ചത് കുറച്ച് അഭിമാനമാണ്. ആ അഭിമാനത്തെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് പുള്ളി തന്നെ പുള്ളിയുടെ കേസ് കേട്ടു. അത് തെറ്റായിപ്പോയി, ഇത് വേറൊരു കാര്യം. പുള്ളി തന്നെ പുള്ളിയുടെ കേസ് കേട്ടു. നമുക്ക് വരുമ്പോഴേ നമുക്ക് അതിന്റെ പൊള്ളൽ മനസ്സിലാവും. പുള്ളിയെ ഒരു പ്രധാനപ്പെട്ട ബെഞ്ചിൽ നിന്ന് മാറ്റാൻ അവിടെ നടത്തിയ ഒരു കളിയായിരുന്നു. പുള്ളിയെ ഒരു ബെഞ്ചിൽ നിന്ന് മാറ്റണം. പുള്ളി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ കൂടെ അസിസ്റ്റന്റ് ആയി നിന്നൊരു പെൺകുട്ടിയെ ദേഹത്ത് തോണ്ടി. ഇതാണ് പുള്ളിക്കെതിരെയുള്ള കേസ്. എന്ത് ഈസിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആ രീതി രക്ഷയില്ലാത്ത അവസ്ഥയിൽ മുകേഷ് അവസരം ഒക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പൊ നേരത്തെ തന്നെ മാഡം ഇടയ്ക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഈ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞെങ്കിൽ നാളെ വേണമെങ്കിൽ പോലീസുകാരൻ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇതാണ് എന്റെ കൗതുകം. അപ്പൊ ആണിനെ എങ്ങനെങ്കിലും ഉടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത്. പുരുഷവിരോധമല്ല പുരോഗമനം, അത്ര മാത്രമേ ഉള്ളൂ. പുരുഷവിരോധമല്ല പുരോഗമനം. നിങ്ങൾ മാധ്യമങ്ങൾ ദയവായി ഇത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തെങ്കിലും ചോദ്യമില്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. മുകേഷിന്റെ വാക്കുകൾ എടുത്തേ കണ്ടു. താങ്ക്സ്. എന്തായാലും വളരെ സന്തോഷം എല്ലാവരും വന്നതിന്. അപ്പം നിങ്ങൾ ഒരു കോടതി പോലും മെറിറ്റ് കണ്ടെത്തി ഫോൾസ്ലി അലിഗേറ്റഡ് കേസാണെന്ന് പറഞ്ഞ സംഭവം, അതിനോടൊപ്പം തന്നെ ഒരുപാട് പരാമർശങ്ങൾ വിധിയിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് 2.5 മാസത്തിൽ കൂടുതൽ കാലതാമസം എടുത്തു, വളരെ കൃത്യമായി നടത്തിയ ഫോട്ടോഷൂട്ടാണ്, 20-ലധികം മോഡൽസ് ഉണ്ടായിരുന്നു, അന്നൊന്നും പരാതിയില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മ ഫുൾ ടൈം ഈ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. എന്റെ വാക്കുകളല്ല, കോടതി വിധിയിലെ വാക്കുകളാണ്. അമ്മ ഫുൾ ടൈം ഈ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. ഇത്തരം മെറിറ്റുകൾ കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ തരികയും ഫോൾസ്ലി അലിഗേറ്റഡ് ആണെന്ന് പറയുകയും ചെയ്തത്. തീർച്ചയായിട്ടും നന്ദി പ്രിയപ്പെട്ട എൻ്റെ അഡ്വക്കേറ്റിനോടൊപ്പം. ഈ ഒരു വളരെ മോശം സമയത്തും വന്ന് വളരെ നല്ല വാക്കുകളിലൂടെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ രാഹുൽ ഈശ്വർ, അതൊരു ഈശ്വരനായിട്ട് തന്നെയാണ്, വളരെ സത്യസന്ധമായിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്നോടൊപ്പം വന്ന് അതിന്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കി കൂടെ നിൽക്കുക. അപ്പം ഇനി പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടാവും, ഫുൾ ടൈം ഉണ്ടാവും. കാരണം ഞാൻ സത്യത്തിൽ ആദ്യം തുടങ്ങാൻ പോകുന്ന വെച്ചാൽ ഞാൻ ആലോചിച്ചു, നടക്കുന്ന കാര്യമാണ്, സത്യമായിട്ട് ആലോചിച്ച കാര്യമാണ്. ആ ചിന്തിച്ച ഞാൻ തന്നെ അദ്ദേഹത്തിനോട് വന്നിരുന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വരുന്നത്, അതാണ് ലൈഫ്. സത്യം ആർക്കും എപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാന്നുള്ള ഒരു സംഭവമാണ് ഇതെന്ന് എനിക്കിപ്പം എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, എത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക് യു.